ഹേ ഗായ്സ്, ദിസ് ഇസ് മീ വണ്ടർവാസ്. വെൽക്കം ടു വണ്ടർവാസ് വ്ളോഗ്സ്. അപ്പോൾ ചങ്ങായിമാരെ, പുഷ്പ 2 റിലീസായി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മണിയും കൂടി അടിച്ചിട്ടെ. ഓക്കെ, വീഡിയോ വരെ ലേറ്റ് ആവും, പക്ഷേ എന്തായാലും വീഡിയോ വന്നിരിക്കും. എങ്ങനെയും വണ്ടർവാസു എന്താണ് പൂട്ടിക്കെട്ടി പോകാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു മാസത്തിന് മുകളിൽ ഞാൻ പുതിയ വീഡിയോ ഇട്ടിട്ട്. സോ എനിവേസ്, ദിസ് ഇസ് മീ വണ്ടർവാസു. വെൽക്കം ടു മൈ വീഡിയോ. അപ്പോൾ ചങ്ങന്മാരെ, പുഷ്പ 2 പറ്റി പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുഷ്പ 2 ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തിനാ പുഷ്പ 2 എനിക്കിപ്പോൾ മനസ്സിലാവുന്നില്ല. സിനിമേൻ്റെ ട്രെയിലർ കണ്ടതിന് ശേഷം ഞാൻ വിചാരിച്ചു, എന്തിനാ പുഷ്പ 2? സിനിമക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് വേണോ പുഷ്പ 2? സിനിമക്ക് പോയതിന് ശേഷം എന്തിനാടാ നീ പുഷ്പ 2 വന്നേനായി? അത് കഴിഞ്ഞിട്ട് മതിയായില്ലേ പുഷ്പ എന്നൊരു ഫീലാണ് എനിക്കുള്ളത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒറ്റ വാക്ക് പറഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടില്ല. എന്നോട് ചോദിച്ച എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞത് പടത്തിന് പോകണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം തിയേറ്റർ വാച്ചിങ് എലമെൻ്റ് ഒന്നും ഇതിലില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് കാര്യങ്ങൾ നെഗറ്റീവ്സൊക്കെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർക്കുക. എന്താ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞിട്ടാ. ഇതിൽ അല്ലു അർജുൻ നാഷണൽ അവാർഡ് കിട്ടി, പുഷ്പക്ക് നാഷണൽ അവാർഡ് കിട്ടി. മൂപ്പര് ആ തോളൊക്കെ ചിരിച്ച് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന് നാഷണൽ അവാർഡൊക്കെ കൊടുത്തത് പുഷ്പ 1-ന്. പുഷ്പ 2-നും നാഷണൽ അവാർഡ് കിട്ടേണ്ട പ്രതീക്ഷയിലാണ് മൂപ്പര് നിൽക്കുന്നത് എനിക്ക് മനസ്സിലായി. കാരണം തോള് കുറച്ചും കൂടി ചിരിച്ചിരുന്നു, നല്ല പവറിലേക്ക് ചിരിച്ചിരുന്നു. നമുക്ക് ശരിക്കും മനസ്സിലാവും മൂപ്പര് നല്ല കഷ്ടപ്പെട്ട് തോള് ചിരിക്കുന്നതാണെന്ന് മനസ്സിലാവും. പിന്നെ മൂപ്പര് നല്ല രീതിക്ക് കരയുന്നുണ്ട് ഇതിനകത്ത്. എന്തിനാ കരയുന്നത് എനിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നില്ല. ഒരുപാട് സീൻസിൽ ഇങ്ങനെ കരഞ്ഞ് മെഴുകുക. ചില പോർഷൻസ് ഇങ്ങനെ അടിച്ച് മാസമായി ടെറർ ഹീറോ ആയി നിൽക്കുന്ന സമയത്ത് അടുത്ത സീനിൽ മൂപ്പര് കരയുന്നുണ്ടാവും. അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പിന്നെ എന്താ പറഞ്ഞ വെച്ചാൽ വെറുതെ ഒരു പടം ഇങ്ങനെ പുഷ്പ ഇങ്ങനെ മാസാണ്, പുഷ്പ ഇങ്ങനെ രാജാവാണ്, പുഷ്പ രാജാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നുണ്ട്. അത് മാസ് നാട്ടുകാരെ കൂടി പുഷ്പ ആരറിയോ പുഷ്പ ആരറിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയണം. പിന്നെ എല്ലാ വില്ലനായാലും ഈ പറഞ്ഞ പുഷ്പയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ പുഷ്പ 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 ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ അമ്പലത്തിൽ മന്ത്രങ്ങൾ ചൊല്ലും പോലെ ഇങ്ങനെ മൂപ്പര് ഇങ്ങനെ ഉരുവിട്ട് അതെന്തിനാന്ന് മനസ്സിലാകുന്നില്ല. അടുത്ത പോർഷൻ്റെ റൂൾ, പുഷ്പ ദ റൂൾ, പുഷ്പ ദ റൂൾ. ആരുടെ റൂളാണ്? ആര് വെച്ച റൂളാണ്? അത് ഏത് റൂളാണ്? അത് എവൻ വെച്ച റൂളാണ്? പുഷ്പ റൂളാണ്, പുഷ്പയുടെ റൂളാന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് മൂപ്പര് ഈ സിനിമേൻ്റെ പേരും നമ്മൾ മറന്നുകൊണ്ടിരിക്കാൻ വേണ്ടി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പുഷ്പ റൂൾ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ DSP സാറോട് പോയി ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് മാലപ്പടക്കം പോലെ കുറേ പാട്ടുണ്ടായി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ പിന്നെ എന്തിന് ഇത്ര പാട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് സ്ഥലത്ത് വേണ്ടാണ്ട് പാട്ട് ഇങ്ങനെ കുത്തി വെക്കുമ്പോഴുണ്ട്. ലൈക്ക് നമുക്ക് ആ സീൻ ആവശ്യമില്ല പാട്ടിന്, ആ സീനിൻ്റെ പാട്ടിന് ആവശ്യമില്ല. ഈവൻ ഒരു പാട്ട് കഴിഞ്ഞ് 1 മിനിറ്റ് പോലും ഉണ്ടാവില്ല, അടുത്ത പാട്ട് സ്റ്റാർട്ടാവും. അടുത്തത് സ്പോട്ടിലൊരു പാട്ട് സ്റ്റാർട്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ലൈക്ക് എന്തിനും ഇത്രയും. പിന്നെ അടുത്തൊരു മിസ്റ്റേക്ക് വരുന്നത് ഡബ്ബിങ്ങാണ്. ഡബ്ബിങ് ഞാൻ പറഞ്ഞില്ലേ, ഇത് തെലുങ്കിന് അങ്ങനെ തന്നെ നമ്മൾ മലയാളത്തിലേക്ക് അച്ചടിച്ച് ലൈക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ച പോലുണ്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് ഡയലോഗ്സൊക്കെ മാറ്റായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. ആ റപ്പർ സീനുണ്ട്, അതിൽ തിയേറ്ററിൽ നിന്ന് ഊക്കി വിടുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ആ സീനൊക്കെ വരുമ്പോൾ. സംഭവം തെലുങ്കിലത് മാസമാണ്, മലയാളത്തിൽ വരുമ്പോൾ അത് ആസാണ്. സത്യം പറയല, അത് എന്താ സംഭവം നമുക്കും മനസ്സിലായി. റപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുന്നില്ല, സീരിയസ്ലി ഇങ്ങനെയാണ് ഉള്ളത്. പിന്നെ ഡബിങ്ങിനാകും ചില പോർഷൻസ് നമുക്കൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്തിനാ ആ ഡയലോഗ് നമുക്ക് ശരിക്കും മനസ്സിലാവും, അവിടുത്തെ പ്രസക്തി ഒന്നും മനസ്സിലാവില്ല. തെലുങ്കിൽ ഞാൻ പറഞ്ഞില്ല, തെലുങ്കിൽ അടിപൊളി ആയിരിക്കാം അത്, പക്ഷെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പോയി. പിന്നെ പാട്ട് ഞാൻ പറഞ്ഞല്ലോ, ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടായിരുന്നു. ഡയറക്റ്റ് തന്നെ നമുക്ക് തെലുങ്കിൽ കേൾപ്പിച്ചിരുന്നു, നമ്മൾ കുറച്ചും കൂടി എൻജോയ് ചെയ്യുന്നു. പക്ഷെ ഇത് പരസ്പരം ഒന്നുമില്ലാത്ത വരികൾ അതിൻ്റെ അകത്തുള്ളത്. എന്താ സംഭവം എന്നറിയോ, നമുക്കൊന്നും ഇങ്ങനെ ഒരു ഇതാക്കാൻ പറ്റില്ല, നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഈ പാട്ടൊക്കെ കഴിയാമെന്ന് ചിന്തിക്കും നമ്മൾ. മറ്റേ ഈ പാട്ടുണ്ടല്ലോ അതിൻ്റെ അകത്ത്, ഈ ഒരു മലയാള സെഗ്മെൻറ്റില്ല ഫീലിങ്സ് പറഞ്ഞിട്ട്, ആ ഒരു മലയാള സെഗ്മെൻറ്റ് അതെന്തിനാന്ന് എനിക്കിപ്പോൾ മനസ്സിലായത്. മലയാളമാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. അത് സംസ്കൃതം പോലെ ഞാൻ കേട്ടെ. എന്തൊക്കെയോ അവർ കേരള കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ളത്. കേരളക്കാരെല്ലാവരും മറ്റേ എന്താ പറയുക പട്ട് ഡ്രസ്സും, അല്ലെങ്കിൽ എന്താ പറയുക വെള്ള വേഷ്ടി ഡ്രസ്സും വെള്ള മുണ്ടും വെള്ള ഷർട്ടും, ബാക്കിൽ കഥകളി ഒരു മോഹിനിയാട്ടക്കാരി ഉണ്ടെങ്കിൽ കേരളമായി. പക്ഷെ മലയാളത്തിൽ എന്തെങ്കിലും തദ്ദൈ ദൈ എന്ന് പറഞ്ഞാലും അത് മലയാളമായി.
അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം അടുത്ത ഒരുപാട് സിനിമ ഇറങ്ങിയിൽ വെച്ച് മലയാളത്തിന് ഊക്കി വിടുന്ന രീതിയിലൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി ഒരു വേറെ തന്നെ ഒരു വീഡിയോ എടുക്കണം. ഇതിനെടുത്താൽ പിന്നെ ലെങ്ത് കൂടിപ്പോകും. ശരിക്കും പറഞ്ഞാൽ അതിനൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റേ ആ പോർഷൻ അത് മാറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഭേദമായിരുന്നു മലയാളത്തിൻ്റെ പോർഷനെ. പിന്നെ ഉള്ളത് മറ്റേ കിസ്ക് എന്നുള്ള പാട്ട്. കിസ്കിൽ അതിൻ്റെ അകത്തൊരു ഒരു വരി ഞാൻ കേട്ടത് ഇങ്ങനെയാണ്, തപ്പടടിക്കും ഞാൻ രാജ, തപ്പടടിക്കും ഞാൻ രാജ. ഇത് അതന്നെയാണോ അതിൻ്റെ അകത്ത് ഉള്ളത് എനിക്കിപ്പോൾ അറിയില്ല, പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയാണ്. ആ വരി വരുമ്പോഴത്തേക്ക് എല്ലാവരും ചിരിക്കുന്നുണ്ട് തിയേറ്ററിൽ. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിൽ എല്ലാവരും ഒരേ ചിരിയാണ്. കുറേ ആൾക്കാർ എണീറ്റ് പോയി. 2 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇരിക്കാൻ പറ്റുന്നുണ്ട്. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ നമുക്ക് പറ്റില്ല. പിന്നെ എന്താ പറഞ്ഞാൽ നമ്മളെ നായിക ശ്രീവല്ലിനെ പറ്റി പറയാനുള്ളത്. ശ്രീവല്ലിൻ്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എന്തിനാന്ന് വെച്ചാൽ എനിക്കറിയില്ല. അവർ വരുന്ന ഡയലോഗ് പറയുന്നു, അവർ കൈ വേറെ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് വേറെ പോകുന്നുണ്ട്, അവരുടെ ഡയലോഗ് വേറെ പോകുന്നുണ്ട്. എവിടെ നോക്കണമെന്ന് ഇപ്പോൾ നമുക്ക് തിരിയാത്ത അവസ്ഥയിലുള്ളത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല ഒരു നായികനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ രീതിയിൽ കാണിക്കുന്നത്. കാരണം ആ നായികൻ്റെ കഴിഞ്ഞ എല്ലാ സിനിമയിലും എന്താ പറയുക, അവർക്ക് കിട്ടുന്ന ഹസ്ബൻഡ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രശ്നക്കാരാണ്, ഓരോ ഭ്രാന്തന്മാരാണ്. ഇതിൽ പുഷ്പ കഴിഞ്ഞതിൽ ആനിമല് പേരെന്താ മറന്നു, ഓർമ്മയില്ല. ആ ഒരു ആനിമൽ അതിൻ്റെ ബാക്കോട്ട് കുറച്ചും കൂടി ബാക്കോട്ട് പോയാലും മറ്റേ അർജുൻ റെഡ്ഡി, ഇങ്ങനത്തെ കുറച്ച് ടെറർ സൈക്കോ ആൾക്കാരാണ് മുപ്പത്തിക്ക് ഹസ്ബൻഡിനെ കിട്ടുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എനിവേസ്, ഇനി നല്ല നല്ല സിനിമകൾ ഇറങ്ങട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്താ പറയുക, പടം എന്തായാലും കാണണമെങ്കിൽ പോയി കണ്ടോ. ഞാൻ ഒരിക്കലും വേണ്ട കാണരുതെന്ന് പറഞ്ഞില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകരുത്, കാരണം എനിക്ക് അവരുടെ സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞത്. നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ല എന്നല്ല, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തും വ്യൂവേഴ്സിൻ്റെ അടുത്ത് സ്നേഹമുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ പോയി കണ്ടോ. അല്ല വെറുതെ ഇരുന്ന് പോകണ്ട, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടെന്നൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ പോകണ്ട, അത്ര തന്നെ. എനിവേസ്, പടം OTT-യിൽ ഇറങ്ങിയാൽ ട്രോൾ മെറ്റീരിയലാണെന്ന് കൺഫേമാണ്. ഇപ്പം തന്നെ ട്രോൾ മെറ്റീരിയലായി. പിന്നെ സുകുമാർ സാറിൻ്റെ നിങ്ങൾക്ക് പറയാനുള്ളത്, എന്തിനായിരുന്നു ഇങ്ങനത്തെ ഒരു പടം, അല്ലെങ്കിൽ ഇത് വെച്ച് നിർത്തിയാൽ പോരായിരുന്നോ, ഇനിയും ഒരു പാർട്ട് ഇറക്കേണ്ട ആവശ്യമുണ്ടോ, പറഞ്ഞു മനസ്സിലായോ? വരുന്നുണ്ട്, കാത്തിരുന്നോ. ഓക്കെ, ബൈ.